മീട്ടി പാടിടാം. മമനാഥന സ്തുതി പാടിടാം. മനവീണകൾ മീട്ടി പാടിടാം. നാഥാവരേണമേ നിറയണമേ. നാഥാവരേണമേ നിറയണമേ. ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു. ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. നാഥാവരേണമേ നിറയണമേ. നാഥാവരേണമേ നിറയണമേ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഈശോയെ നന്ദി കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 നന്ദി പരിശുദ്ധാത്മാവേ നന്ദി ഹല്ലേലൂയ 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 മഹത്വം 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 ആരാധന 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 സ്തുതി 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 ആരാധന 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 മഹത്വം 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 ആരാധന 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 മഹത്വം 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 സ്തുതി 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 ആരാധന 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 സ്തുതി 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 സ്തുതി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന നമ്മുടെ ദൈവം നമ്മുടെ ദുഃഖങ്ങളും ജീവിതം കടന്നു പോകുന്ന അസ്വസ്ഥതകളും ആകുലതകളും സങ്കടങ്ങളും നമ്മുടെ ഭയങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളുമെല്ലാം അറിയുന്ന നല്ല ദൈവം നമ്മുടെ നമ്മുടെ അരികിലുണ്ട്. കർത്താവ് തന്നെ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. നമ്മുടെ ഭാരങ്ങളെല്ലാം നമ്മുടെ അസ്വസ്ഥതകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന്
തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. തിരുസഭയുടെ പഠനമനുസരിച്ച് നമുക്കെല്ലാവർക്കും ഓരോ കാവൽ മാലാഖമാരുണ്ട്. ഈ കാവൽ മാലാഖമാരുടെ സംരക്ഷണവും അവരുടെ സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാനാകും. അവരെപ്പോഴും നമ്മോടൊപ്പമുണ്ട്, നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നുണ്ട്. കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ഈശോയ്ക്ക്, പിതാവായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഈ ദൂതന്മാരെ, കാവൽ ദൂതന്മാരെ നമുക്ക് വേണ്ടി നിയോഗിച്ചതോർത്ത്, നൽകിയതോർത്ത്. ഈശോ തന്നെയാണ് ഈ ദൈവദൂതന്മാരെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാൻ പാടില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈശോയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ ദൂതന്മാരുണ്ട്, മാലാഖമാരുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും കാവൽ മാലാഖയുണ്ട്. സ്നേഹമുള്ളവരെ, ഈ കാവൽ മാലാഖമാരുടെ തിരുനാളൊക്കെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഒരുപക്ഷെ നമുക്ക് ഈ വചനഭാഗമായിട്ടെടുക്കാം. അതേസമയം പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ ദൂതന്മാർ, കാവൽ മാലാഖമാർ കാവൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിലും വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ദിവസം നമുക്ക് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്കിന്നുവരെ ദൈവം ഈ കാവൽ മാലാഖമാരിലൂടെ നൽകിയ സംരക്ഷണത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യവും സഹായവും അനുഭവിച്ചറിഞ്ഞ് ഈ കാവൽ മാലാഖമാരോട് കൂടുതൽ സ്നേഹമുള്ളവരാകുവാനും, അതോടൊപ്പം കാവൽ മാലാഖമാരെ നമുക്ക് നൽകിയ ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ടും ഈ ആരാധനയിൽ നമുക്കായിരിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പത്രോസ് കാരാഗൃഹത്തിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുക. പത്രോസിനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു 4 പേരടങ്ങുന്ന 4 ഗണങ്ങളടങ്ങിയ പട്ടാളക്കാർ ആ കാരാഗൃഹത്തിൽ കാവൽ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുക. അപ്പോൾ ഹെറോദസ് രാജാവിൻ്റെ ഹീനമായ ലക്ഷ്യം പത്രോസിനെ എങ്ങനെയെങ്കിലും വധിച്ചു കളയണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പത്രോസിന് വേണ്ടി സഭയിൽ എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം ആ കാരാഗൃഹത്തിൽ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യമാണ് 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുക. അവിടെ ഇത്രയും കാരാഗൃഹത്തിനകത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടെയാണ് ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ട് പത്രോസിനെ ഇട്ട് അവർ കാവൽ നിൽക്കുന്നത്. എന്നാൽ ആ രാത്രിയിൽ നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയുക, ദൈവത്തിൻ്റെ ദൂതൻ അത് പത്രോസ് ലീഹായുടെ കാവൽ ദൂതനായിരിക്കും. ആ കാവൽ മാലാഖ, ആ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ കടന്നു വന്നു. എന്നിട്ട് ആ ചങ്ങലകളെ കഴിച്ചു മാറ്റി. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരും അറിയാതെ ഈ പത്രോസിനെയും കൊണ്ട് ഒത്തിരിയേറെ സുരക്ഷ ഒരുക്കിയിരുന്ന ആ കാരാഗൃഹത്തിൽ നിന്നും ഈ ദൈവത്തിൻ്റെ ദൂതൻ, കാവൽ മാലാഖ, പത്രോസിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പത്രോസ് തുടർന്ന് ആദ്യമായിട്ട് പോകുന്നത് തൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലേക്കാണ്. അപ്പോൾ അവിടേക്ക് പത്രോസ് ലീഹ ചെല്ലുകയാണ്. പത്രോസ് ലീഹ ചെന്നിട്ട് ആ വീടിൻ്റെ വാതിൽ കതകിൽ മുട്ടുമ്പോൾ അവിടുത്തെ വീട്ടുവേലക്കാരിയായിരിക്കുന്ന റോദ എന്ന പെൺകുട്ടി വരുന്നുണ്ട്. അവൾക്ക് പത്രോസിൻ്റെ സ്വരം കേട്ടു, പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞു, വളരെ സന്തോഷമായി. അപ്പോൾ അവൾ ചെന്ന് മറ്റുള്ളവരോട് ചെന്ന് പറയുകയാണ്,
പത്രോസ് നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽപ്പുണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്ന പ്രതികരണം നമുക്ക് അവിടെ വായിക്കാൻ പറ്റും. അവിടെ 15-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ റോദായോട് അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാർ മറ്റുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നിനക്ക് ഭ്രാന്താണ് എന്നവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവൻ്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. സ്നേഹമുള്ളവരെ, അവൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം പറഞ്ഞു, പത്രോസിന്റെ സ്വരമാണ് ഞാൻ കേട്ടത്, പത്രോസ് നമ്മുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അകത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന പത്രോസിന്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരായിട്ടുള്ളവരും സ്നേഹിതരൊക്കെ പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. കാരണം ഒരു കാരണവശാലും പത്രോസിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അത്രയും സുരക്ഷ ഒരുക്കിയാണ് പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടിരുന്നത്. ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചും അതോടൊപ്പം 4 വീതം പടയാളികളുള്ള 4 ഗണങ്ങളെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തി. അപ്പൊ അവരൊക്കെ അറിയാതെ ഈ രാത്രിയിൽ പത്രോസ് ഈ വാതിൽക്കലെത്തുക അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിനക്ക് ഭ്രാന്താണ്. പക്ഷേ സ്നേഹമുള്ളവരെ, അവൾ തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ്റെ കാവൽ ദൂതനായിരിക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദിമ ക്രൈസ്തവരുടെ ഇടയിലും ആ ശിഷ്യന്മാരുടെ ഇടയിലൊക്കെ കാവൽ മാലാഖമാരെ കുറിച്ച്, കാവൽ ദൂതന്മാരെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് വാതിൽക്കൽ വന്ന് നിന്നപ്പോൾ പത്രോസിന്റെ സ്നേഹിതരിങ്ങനെ പറഞ്ഞത്, അത് അവൻ്റെ കാവൽ ദൂതനായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ദൂതൻ ആണ് അവിടെ കടന്നു വന്നത്. പത്രോസ് ലീഹായുടെ കാവൽ ദൂതനാണ് അവിടെ കടന്നു വന്നത്. പത്രോസിനെ ആ വലിയ അപകടത്തിൽ നിന്ന്, ആ പത്രോസിനെ വധിക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് പത്രോസിനെ രക്ഷിച്ച് ഇവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത്. സങ്കീർത്തനത്തിൽ നമുക്ക് സുപരിചിതമായ സങ്കീർത്തനം 91, ആ സങ്കീർത്തനത്തിന്റെ 91-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. അവൾ ദൈവത്തിന്റെ വാഗ്ദാനമാണത്. കാവൽ ദൂതന്മാർ നമുക്കുണ്ട്, കാവൽ മാലാഖമാർ നമുക്കുണ്ട്. അവർ നമുക്ക് സംരക്ഷണം തരും. അതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. 91-ാം സങ്കീർത്തനം 11-12 വചനങ്ങളിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സ്നേഹമുള്ളവരെ, ഈ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ്: നമ്മൾ ഒറ്റയ്ക്കല്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടുകാരും ഒക്കെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ ചിലപ്പോൾ രോഗിയായിട്ട് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ, പലരും പങ്കുവച്ചിട്ടുള്ള കാര്യമാണ്, കോവിഡ് കാലത്ത് മറ്റെല്ലാവരും അകന്നു നിന്ന് ഒറ്റയ്ക്ക് ആ രോഗത്തെ നേരിട്ട് വീട്ടിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആശുപത്രിയിലായിരുന്നപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയത്, ഒറ്റയ്ക്കാണ് എന്ന ചിന്ത. അപ്പോൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എത്ര വലിയ പ്രതിസന്ധിയിലും, എത്ര വലിയ രോഗത്തിലും, എത്ര വലിയ തകർച്ചയിലും, എത്ര വലിയ ഒറ്റപ്പെടലിലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മോടൊപ്പം നമ്മുടെ കാവൽ മാലാഖയുണ്ട്. നമുക്ക് വേണ്ടി ദൈവം കാവൽ മാലാഖമാരെ ഒരുക്കിയിട്ടുണ്ട്. അതേ സ്നേഹമുള്ളവരെ, എപ്പോഴും നമ്മോടൊപ്പം ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യമുണ്ട്. കാവൽ മാലാഖ നമുക്കൊപ്പമുണ്ട്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസമാണെന്ന്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തില് 6-ാം അധ്യായത്തില് മനോഹരമായൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുക ഏലീശ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. സിറിയക്കാര് ഇസ്രായേൽക്കാരെ ആക്രമിക്കാനായിട്ട് പല പദ്ധതികൾ സിറിയ രാജാവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ സിറിയ രാജാവ് എങ്ങനെയുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്താലും അത് ഇസ്രായേൽ രാജാവ് അറിയുകയും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ചെയ്യുന്നു. അപ്പോൾ സിറിയ രാജാവ് തൻ്റെ സഹപ്രവർത്തകരോടും തൻ്റെ പട്ടാളക്കാരോടൊക്കെ പറഞ്ഞ കാര്യം ഇതാണ്: നമ്മുടെ ഇടയിൽ ഇസ്രായേൽക്കാരുടെ ആരോ ചാരനുണ്ട്. കാരണം നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ രാജാവ് അറിയുന്നു, അവൻ മുൻകരുതലുകൾ എടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരും അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഇതാണ്: രാജാവേ, ഇവിടെ ഇസ്രായേൽ രാജാവിന് ചാരനുള്ളത് കൊണ്ടല്ല ഇസ്രായേൽ രാജാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അവിടെ ഒരു ദൈവപുരുഷനുണ്ട്, എലീശ എന്ന് വിളിക്കുന്ന ഒരു ദൈവപുരുഷനുണ്ട്.
ആ ദൈവപുരുഷനാണ് രാജാവ് ഇവിടെ കിടപ്പറയിൽ സംസാരിക്കുന്ന കാര്യം പോലും ഇസ്രായേൽ രാജാവിനോട് പറയുന്നത്. അങ്ങനെയാണ് രാജാവിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ടു പോകുന്നത്. അപ്പോൾ സിറിയ രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ദൈവപുരുഷനെ കണ്ടെത്തണം, ആ ദൈവപുരുഷനെ പോയി വളയണം, അവനെ പിടിക്കണം, വധിച്ചു കളയണം. അങ്ങനെ സിറിയ രാജാവും സംഘവും കൂടെ എലീശ പ്രവാചകനെ തേടി വന്നു. അങ്ങനെ എലീശ പ്രവാചകന്റെ ദാസൻ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കണ്ട കാര്യം ഇതാണ്. ചുറ്റും അവർ താമസിക്കുന്ന മലയ്ക്ക് ചുറ്റും ഒത്തിരിയേറെ പടയാളികളും കുതിരകളും അങ്ങനെ വലിയൊരു സൈന്യം തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ എലീശ പ്രവാചകന്റെ ദാസൻ ഇത് കണ്ട് ഭയന്ന് വിറച്ച് എലീശയുടെ അരികിൽ വന്ന് പറഞ്ഞു, നമുക്ക് വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു, വലിയൊരു സൈന്യമാണ് നമ്മുടെ ചുറ്റിലും നിൽക്കുന്നത്. അപ്പോൾ എലീശ പ്രവാചകൻ, ദൈവത്തിൻ്റെ കാവൽ ദൂതന്മാരെ കുറിച്ച് ജ്ഞാനമുള്ള എലീശ പ്രവാചകൻ ഈ ദാസനോട് അവരോട് പറയുന്നിങ്ങനെയാണ്, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ചുറ്റും ഇവിടെ പാളയമടിച്ചിരിക്കുന്ന ഈ സൈന്യത്തെക്കാളും കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ എലീശയുടെ ദാസൻ വളരെയധികം അതിശയത്തോടു കൂടെ നിൽക്കുക. അപ്പോൾ എലീശ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും മലമുകളിൽ ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സ്നേഹമുള്ളവരെ, കർത്താവെ, ഇവന്റെ കണ്ണുകൾ തുറന്നു കൊടുക്കണമേ എന്നാണ് എലീശ തൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചത്. കർത്താവ് അവന്റെ കണ്ണ് തുറന്നു കൊടുത്തു. കർത്താവ് കണ്ണ് തുറന്നു കൊടുത്തപ്പോൾ വചനത്തിൽ പറയുകയാണ്, എലീശയുടെ ദാസൻ കണ്ടത് എന്താണ്? കർത്താവ് കണ്ണു തുറന്നപ്പോൾ എലീശയ്ക്ക് ചുറ്റും മലയിൽ അഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അതാണ് ദൈവം നമുക്ക് കാവലേർപ്പെടുത്തുമ്പോൾ, ദൈവം നമുക്ക് ദൈവദൂതന്മാരെ കാവലിനായിട്ട് നിയോഗിക്കുമ്പോൾ അത് ആത്മീയമായിട്ട് അറിവും ജ്ഞാനവും ഉള്ളവർക്ക് മാത്രമാണ് അത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ആത്മീയ ജ്ഞാനമുള്ള ആത്മീയ പിതാക്കന്മാരും പ്രവാചകന്മാരും വിശുദ്ധരുമൊക്കെ കാവൽ മാലാഖമാർ നമുക്കുണ്ടെന്നും ഈ കാവൽ മാലാഖമാരുടെ സംരക്ഷണം നമുക്കുണ്ടെന്നും അവരോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുമൊക്കെ ആത്മീയമായി കൂടുതൽ അറിവുള്ളവർ പറയുന്ന കാരണം അവർ ഈ കാഴ്ചകൾ അവർ കാണുന്നത് കൊണ്ടും ദൈവം അവരുടെ കണ്ണുകൾ തുറന്നു കൊടുക്കുന്നത് കൊണ്ടുമാണ്. സ്നേഹമുള്ളവർ, തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് പോലും ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈശോയെ പരീക്ഷിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് 4-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിശാച് യേശുവിനെ പരീക്ഷിക്കുമ്പോൾ ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് ഈശോയെ പരീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പിശാച് ഈശോയെ പരീക്ഷിക്കുമ്പോൾ, പരീക്ഷണമാണെങ്കിൽ പോലും പിശാച് പറയുന്നതാണ്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, അവിടെ എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്, നമുക്ക് കാവൽ നൽകുന്ന കാവൽ മാലാഖമാരുണ്ട് എന്നുള്ള വലിയ സത്യമാണ് തിരുവചനത്തിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ മനോഹരമായൊരു സംഭവം നമുക്ക് സുപരിചിതമാണ്. ദാനിയേലിന്റെ ശത്രുക്കൾ രാജാവിൻ്റെ അരികിൽ ദാനിയേലിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ദാനിയേലിനെതിരായിട്ട് സംസാരിച്ച് അവസാനം സിംഹങ്ങൾ ഉള്ള കിണറിലേക്ക് ദാവീദിനെ തള്ളിയിടുകയാണ്. അപ്പോൾ രാജാവിന് ദാനിയേലിനെ ഇഷ്ടമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിടുകയും നമുക്ക് സുപരിചിതമായ സംഭവമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ദാനിയേല് കിടന്നിരുന്ന കിണറിലേക്ക്, ആ വലിയ കുഴിയിലേക്ക് രാജാവ് അതിൻ്റെ അരികിൽ വന്ന് വാതിൽക്കൽ നിന്ന്, കിണറിൻ്റെ മൂടിയുടെ അരികിൽ നിന്ന് ദാനിയേലിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദാനിയേൽ
കിണറിൽ കിടന്ന് പറയുന്ന കാര്യം വളരെ മനോഹരമായിട്ടാണ്. എൻ്റെ രാജാവ് നീണാൾ വാഴട്ടെ. എന്നിട്ട് ദാവീദ് പറയുകയാണ്, 6-ാം അധ്യായം 22-ാം തിരുവചനം, തൻ്റെ മുൻപിൽ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ ദാനിയേൽ പ്രവാചകന് എന്താ പറഞ്ഞത്? രാജാവിനോട് പറഞ്ഞ കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് ദൈവം കണ്ടതുകൊണ്ട് ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ് അടച്ച് അവ എന്നെ ഉപദ്രവിക്കാത്ത വിധത്തിൽ ദൂതന്മാരുടെ സംരക്ഷണം എൻ്റെ ദൈവം എനിക്ക് ഏർപ്പെടുത്തി. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഒത്തിരിയേറെ ഈ കാവൽ മാലാഖമാരുടെ സംരക്ഷണം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പല അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടത് ഈ കാവൽ മാലാഖമാരുടെ സംരക്ഷണം മൂലമാകാം. പലപ്പോഴും പല വന്യജീവികളുടെയും ക്ഷുദ്രജീവികളുടെയും പാമ്പിൻ്റെയും ഒക്കെ ഉപദ്രവത്തിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ കാണാതെ, പാമ്പിനെയൊക്കെ കാണാതെ നടന്നുപോയി പെട്ടെന്ന് എന്തോ ഒരു പ്രേരണയാൽ നമ്മൾ നോക്കി പാമ്പിനെയൊക്കെ കണ്ട് പലതവണ നമ്മൾ അപകടങ്ങളിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. അല്ലെങ്കിൽ വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അപകടത്തിൽ പെടേണ്ട ആ നിമിഷത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കാവൽ മാലാഖമാരായിരിക്കാം അവിടെ നമുക്ക് വേണ്ടി കാവലേർപ്പെടുത്തിയതും നിയോഗിച്ചതും. അപ്പോൾ സ്നേഹമുള്ളവരെ, സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ ആരാധനയിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ സംരക്ഷണത്തിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കാവൽ ദൂതന്മാരെ, കാവൽ മാലാഖമാരെ നമുക്ക് വേണ്ടി നിയോഗിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ വചനം നമുക്ക് ഓർക്കാം: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാരുണ്ട്. അതേ സ്നേഹമുള്ളവരെല്ലാവർക്കും സ്വർഗത്തിൽ ദൈവദൂതന്മാരുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന ഇതാണ്, കാണാതാകുന്ന ആടിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുക: 99 ആട് കൈവശം ഉണ്ടെങ്കിൽ പോലും ആ ആടുകൾ ഉപേക്ഷിച്ച് കാണാതായി എന്നെ അന്വേഷിച്ചു പോകുന്ന ഇടയനെ കുറിച്ച്. അതേ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് ആ ആടിനെ, നഷ്ടപ്പെട്ടു പോയ ആടിനെ അന്വേഷിക്കുന്നത് സ്വർഗത്തിലെ ഇടയന്മാരാണ്, അത് നമ്മുടെ കാവൽ മാലാഖമാരാണ് എന്ന് ആ വചനഭാഗത്തിന് ഒരു വ്യാഖ്യാനമുണ്ട്. സ്നേഹമുള്ളവരെ, കാവൽ മാലാഖമാരുണ്ടെന്നും അവരുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടെന്നും നമ്മുടെ കുടുംബത്തിന് കാവൽ മാലാഖമാരുടെ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്നും നമുക്ക് ഈ തിരുനാൾ ദിവസം ഓർക്കാം. ആ ദൂതന്മാരെ, മാലാഖമാരെ ദൈവത്തിന് നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും ലഭിക്കുവാനായി തുടർന്നുള്ള കരുണയുടെ ജപമാലയിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കരുണയുടെ ജപമാലയിൽ ഈ തിരുനാൾ ദിവസം കൂടുതൽ ദൈവ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഈ കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ രഹസ്യത്തിൽ എല്ലാ കോവിഡ് രോഗികളെയും കർത്താവിന് സമർപ്പിക്കാം. ഈ കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസം കോവിഡിൻ്റെ ഒറ്റപ്പെടലിൽ കഴിയുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സംരക്ഷണവും സൗഖ്യവും ലഭിക്കുവാൻ വേണ്ടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവനുടെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, ഈ രഹസ്യത്തിൽ പ്രത്യേകമായ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ ദമ്പതികളെയും അങ്ങയുടെ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികളെയും ഡിവോഴ്സിന് ഒരുങ്ങുന്നവരെയും കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഏതെങ്കിലും ദമ്പതികൾ അബോർഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെയും കർത്താവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ രഹസ്യത്തിൽ ഉപരിപഠനത്തിലുള്ള അഡ്മിഷൻ കിട്ടാതെ വളരെയധികം സങ്കടപ്പെടുന്ന എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഈശോയെ സമർപ്പിക്കുന്നു. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം +1 അഡ്മിഷൻ കിട്ടാതെ അലയുന്ന അനേകം കുട്ടികളും മാതാപിതാക്കളുണ്ട്. അതോടൊപ്പം മറ്റുപരി പഠനങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോ, ഈ രഹസ്യത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് ജോലി ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ, ജപ്തി നടപടികൾ നേരിടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ലോൺ അടയ്ക്കാൻ സാധിക്കാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പണമില്ലാത്തതുകൊണ്ട് വിവാഹം നടക്കാത്ത കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, സാമ്പത്തിക തകർച്ചകളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ രഹസ്യത്തിൽ പ്രത്യേകമായിട്ട് ഗുഡ്നസ് TV-യിലേക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കും പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. അതോടൊപ്പം ഗുഡ്നസ് TV-യുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടിയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എല്ലാ പ്രേക്ഷിതർക്കു വേണ്ടിയും വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടിയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരോടും പ്രാർത്ഥന ചോദിച്ചുള്ളവരെയും സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ
സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഓരോ മകനെയും മകളെയും സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ കരുണ എല്ലാ മക്കളിലേക്ക് കടന്നേലട്ടെ. എല്ലാ രോഗികളും യേശുവിന്റെ കരുണയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഒരിക്കൽ കൂടെ കാവൽ മാലാഖമാരുടെ തിരുനാൾ ദിവസം കാവൽ മാലാഖമാരെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വഴികളിൽ സംരക്ഷണത്തിനായി തുടർന്നും ഈ ദൂതന്മാരെ എപ്പോഴും ഞങ്ങൾക്കായി നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്